ഭാഗ്യയെ ഗണേഷ് ഫോണിൽ വിളിച്ചിട്ട് FM സ്റ്റേഷനിൽ വന്ന് പ്രോഗ്രാം അറ്റൻഡ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണമെന്നും ചെയ്ത എല്ലാ തെറ്റിനും സോറിയും പറയുകയാണ്. അത് കേൾക്കുന്ന ഭാഗ്യ വരാമെന്ന് സമ്മതിക്കുകയാണ്. ഭാഗ്യ FM സ്റ്റേഷനിൽ പോകാമെന്ന് പറയുന്നത് കേൾക്കുന്ന കൂട്ടുകാരി ഭാഗ്യയെ വഴക്ക് പറയുന്നു. അടുത്ത സീനിൽ ഓഫീസിൽ പോകാൻ ഇറങ്ങുന്ന മഹേന്ദ്ര അരുന്ധതിയുടെ ഫോട്ടോ കണ്ട് ഫോട്ടോയുടെ അടുത്ത് പോയി ആരു ഐ മിസ് യു എന്ന് വിഷമത്തോടെ പറയുന്നത് അരുന്ധതി കേൾക്കുന്നു. മഹേന്ദ്രന്റെ സൗണ്ട് കേട്ട് സന്തോഷത്തോടെ ഓടിപ്പോകുന്ന അരുന്ധതി വിൻഡോയിലൂടെ മഹേന്ദ്രനെ നോക്കി നിൽക്കുകയാണ്. മഹേന്ദ്ര കുട്ടികൾ അരുന്ധതിയെ ഒത്തിരി മിസ് ചെയ്യുന്നു എന്നും മഹേന്ദ്ര മിസ് ചെയ്യുന്നു എന്നും പറയുന്നത് കേട്ട് വിഷമം വന്ന് കരയുകയാണ് അരുന്ധതി. ആ സമയം അവിടെ വരുന്ന മഹേശ്വരിയും അതെല്ലാം കേൾക്കുന്നു. അത് കേട്ട് ദേഷ്യം വരുന്ന മഹേശ്വരി മഹേന്ദ്രന്റെ അടുത്ത് പോയി ജീപ്പിന്റെ താക്കോൽ കൊടുക്കുമ്പോൾ അത് വാങ്ങാതെ പോവുകയാണ് മഹേന്ദ്രന്റെ പെരുമാറ്റത്തിൽ ദേഷ്യം വരുന്ന മഹേശ്വരി അരുന്ധതിയുടെ ഫോട്ടോയിൽ ദേഷ്യത്തോടെ നോക്കുന്നത് അരുന്ധതി കാണുന്നു. മഹേശ്വരി എന്തിനാണ് എന്റെ ഫോട്ടോയിൽ ഇങ്ങനെ ദേഷ്യത്തോടെ നോക്കുന്നത് എന്ന് ആലോചിച്ച് നിൽക്കുകയാണ് അരുന്ധതിയുടെ ഫോട്ടോയിൽ നോക്കി മഹേശ്വരി അരുന്ധതിയെ കൊന്നു. പക്ഷേ അരുന്ധതിയെ കുറിച്ചുള്ള ഓർമ്മകൾ എല്ലാവരുടെയും മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. അതും ഞാൻ ഉടൻ തന്നെ മാച്ചു കളയുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുന്നു. ഞാൻ പെട്ടെന്ന് മരിച്ചുപോയത് കൊണ്ട് എന്നോട് അവൾക്ക് ദേഷ്യം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് മനസ്സിലാവുകയാണ് അരുന്ധതിക്ക്. വിഷമിച്ചിരിക്കുന്ന അരുന്ധതി നോക്കുമ്പോൾ മഹേന്ദ്രന്റെ അമ്മ വിളിക്കുന്നതായി തെറ്റിദ്ധരിക്കുകയാണ് അരുന്ധതി. പക്ഷേ അരുന്ധതിയുടെ പുറകിൽ നിൽക്കുന്ന ജോലിക്കാരിയെയാണ് വിളിച്ചത്. തുടർന്ന് ഫുഡൊന്നും എടുക്കാതെ മഹേന്ദ്ര അവിടെ നിന്നും പോകുന്നു. ചില സമയത്ത് അരുന്ധതിക്ക് ഞാൻ മരിച്ചു പോയതാണെന്നുള്ള ഓർമ്മ കാണില്ല. അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെല്ലാം. കാറിൽ കയറുന്ന മഹേന്ദ്ര രാഘവനോട് FM കേൾക്കുന്നത് ഓഫ് ചെയ്യാൻ പറയുകയാണ്. ഇതെല്ലാം അരുന്ധതി കേൾക്കുന്നുണ്ട്. അരുന്ധതി ഭാഗ്യയുടെ കാര്യം ഓർമ്മിച്ച് നിൽക്കുമ്പോൾ അവിടെ വരുന്ന ചിത്രഗുപ്തനോട് ഭാഗ്യയെ കാണാൻ പറ്റിയില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് എനിക്ക് ഉടൻ തന്നെ ഭാഗ്യയെ കാണണമെന്നും പറയുകയാണ്. FM സ്റ്റുഡിയോയിൽ പെട്ടെന്ന് പോകാൻ വേണ്ടി പറക്കാനും അപ്രത്യക്ഷമാകാനും ട്രൈ ചെയ്യുകയാണ് അരുന്ധതി. അതെല്ലാം കാണുന്ന ചിത്രഗുപ്തൻ അരുന്ധതിയെ കളിയാക്കുന്നു. അപ്പോൾ ചിത്രഗുപ്തനോട് അരുന്ധതി ആഴ്ചയിൽ ഒരിക്കൽ എല്ലാവരോടും സംസാരിക്കാനും പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ പറന്നു പോകാനും 2 പവേഴ്സ് തരുമോ എന്ന് കെഞ്ചി ചോദിക്കുകയാണ് അരുന്ധതി. അത് കേൾക്കുന്ന ചിത്രഗുപ്തൻ കളിയാക്കിയതാണോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ മഹേശ്വരി ജോലിക്കാരിയോട് കുട്ടികളുടെ ലഞ്ച് ബോക്സിൽ കുട്ടികൾക്ക് ഇഷ്ടമില്ലാത്ത വെണ്ടയ്ക്ക കൊണ്ടുള്ള കറി വെച്ചാൽ മതി എന്ന് പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ സ്കൂളിൽ നിന്ന് മഹേശ്വരിയുടെ ആളായ ഒരു ടീച്ചർ മഹേശ്വരിയെ വിളിച്ചിട്ട് കുട്ടികൾക്ക് ചെയ്തതും ചെയ്യാത്തതുമായ പ്രവൃത്തിക്ക് പണിഷ്മെന്റ് കൊടുത്തു എന്ന് പറയുകയാണ്. അതെല്ലാം കേട്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് മഹേശ്വരി. എന്നിട്ട് മഹേശ്വരി ടീച്ചറിനോട് ഏറ്റവും അവസാനം കുട്ടികളെ സ്കൂളിൽ നിന്ന് വിട്ടാൽ മതി എന്ന് പറയുകയാണ്. ഇങ്ങനെയെല്ലാം ടോർച്ചർ ചെയ്യുമ്പോൾ കുട്ടികൾ സ്കൂളിൽ പോകില്ല എന്ന് വാശി പിടിക്കും. അപ്പോൾ ദേഷ്യം വരുന്ന മഹേന്ദ്ര കുട്ടികളെ ഹോസ്റ്റലിലേക്ക് പറഞ്ഞു വിടും. ഇതാണ് മഹേശ്വരിയുടെ ലക്ഷ്യം. മറുവശത്ത് ഭാഗ്യ താലിമാല പണയം വെക്കുന്നില്ല എന്നും എവിടെ നിന്നെങ്കിലും എനിക്ക് കിട്ടാനുള്ള ക്യാഷ് കിട്ടുമെന്നും കൂട്ടുകാരിയോട് പറയുന്നു. തുടർന്ന് ഭാഗ്യ FM-ൽ താലിമാലയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഈ സമയം FM സ്റ്റേഷനിൽ പുറത്തു വരുന്ന അരുന്ധതിയും ചിത്രഗുപ്തനും ആരും കാണാതെ അകത്ത് കയറുകയാണ്. ചില സമയം അരുന്ധതി ഒരു ആത്മാവാണെന്ന് മറന്നു പോകും. അരുന്ധതി ഭാഗ്യയെ കാണാനുള്ള ആകാംക്ഷയിൽ അവിടെ എല്ലായിടത്തും ഭാഗ്യയെ നോക്കുകയാണ്. കൂടെ ചിത്രഗുപ്തനും ഉണ്ട്. ഈ സമയം പ്രോഗ്രാം കഴിഞ്ഞ് ഇറങ്ങുന്ന ഭാഗ്യക്ക് ഗണേഷ് കുറച്ച് ക്യാഷ് കൊടുക്കുന്നു. ക്യാഷ് കണ്ട് സന്തോഷത്തോടെ നിൽക്കുകയാണ് ഭാഗ്യയും അരുന്ധതിയും പരസ്പരം കണ്ടിട്ടില്ലാത്തത് കൊണ്ട് അരുന്ധതിയുടെ അടുത്തുകൂടി പോയിട്ടും അറിയാതെ രണ്ടുപേരും പോവുകയാണ്. പക്ഷേ അരുന്ധതി അടുത്തുകൂടെ പോയപ്പോൾ ഭാഗ്യക്ക് എന്തോ ഒരു ഫീൽ ചെയ്തതുപോലെ തോന്നുകയാണ്. നെക്സ്റ്റ് എപ്പിസോഡുമായി നെക്സ്റ്റ് ഡേ കാണും വരെ ബൈ.